ജഗദീഷേട്ടാ, ഞാൻ എനിക്കൊരു ഡൗട്ട് ചോദിച്ചോളൂ. ജഗദീഷേട്ടാ, ജഗദീഷേട്ടന് ശരിക്കും പണ്ടത്തെ അപ്പുക്കുട്ടനെയാണോ ഇഷ്ടം അതോ മാർക്കോയിലെ ഒരു വില്ലനെയാണോ ഇഷ്ടം? അല്ല, എന്ന് ചോദിച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പുക്കുട്ടൻ അല്ലെങ്കിൽ മറ്റേ കാക്കക്കുയില്, അതിന്റെ ഇവിടെ ഇല്ലല്ലോ വെച്ചാലോ. ഇതൊക്കെ എനിക്ക് കൂടുതൽ അംഗീകാരം നേടിത്തന്ന ചിത്രങ്ങളാണ്. അതിലെ ഡ്യൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് എങ്ങനെ മറക്കാം? വന്ദനത്തിൽ ആ ചേസ് എനിക്ക് മറക്കാൻ കഴിയുമോ? അതിനുശേഷം വേറൊരു ഫേസ് വന്നപ്പോ സ്ത്രീധനത്തിലെ പ്രശാന്തൻ, സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണൻ, ഭാര്യ പൊന്നാനത്തോട്ടത്തെ രാജാവ്, വെൽക്കം ടു കൊടൈക്കനാൽ തുടങ്ങിയ നായക വേഷങ്ങൾ, അതൊക്കെ വേറൊരു ഇമേജ് സമ്മാനിച്ചു. അതിനുശേഷം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇതിൽ ഫാലിമിയിലെ റോളായിക്കോട്ടെ, മാർഗോയിലെ റോളായിക്കോട്ടെ, എബ്രഹാം ഓസ്ലറിലെ റോളായിക്കോട്ടെ, കാപ്പയിലെ റോള്, ഇതൊക്കെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്വഭാവ നടന്റെ പരിവേഷം എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വേഷങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷം പകരുന്ന കാര്യമാണ്. കാലം മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാതെ ആയിട്ടുള്ളൂ എന്നാണ് പറയാറുള്ളത്. അതേപോലെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മുടെ കാലത്തിന്റെ അഭിനയത്തിലും മാറ്റം വന്നിട്ടുണ്ട്, എൻ്റെ പ്രായത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ വേഷങ്ങളിലും അമ്മാവൻ വേഷങ്ങളിലും ഒക്കെയാണ് ഇനിയും ഞാൻ അപ്പുക്കുട്ടനായി പൂവാലിനായിട്ട് നിന്ന് പെണ്ണുങ്ങളുടെ പിറകെ പോകുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. സാറ് പറയുന്നതുകൊണ്ടാണ് ജഗദീഷേട്ടൻ ഇപ്പോഴും ലുക്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ചുള്ളനായിട്ട് നിൽക്കുമ്പോൾ എന്തായാലും പോകാം, കുഴപ്പമൊന്നുമില്ല. ലുക്ക് തോന്നുന്നു, പ്രായം കുറവാണെന്ന് തോന്നുന്നു എന്ന് പറയാം, പക്ഷെ പ്രായം കുറവാണെന്ന് പറയാൻ ഞാൻ റെഡിയല്ല. പക്ഷെ എന്നെ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ജനം സ്വീകരിക്കുന്നതെന്ന കാര്യത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ ഒരു പൂവാലായിട്ട് അഭിനയിക്കാൻ ഞാൻ റെഡിയാണ്. ഭംഗി വാക്കായിട്ട് പറയല്ല, പ്രേക്ഷകരുടെ പിന്തുണ, പ്രേക്ഷകരുടെ സ്നേഹം. എനിക്ക് ലോകത്ത് ഏത് ഭാഗത്ത് ചെന്നാലും അവിടെ നിങ്ങളുടെ സ്നേഹമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് 41 വർഷങ്ങളായി മലയാളം സിനിമയിൽ എനിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത്.